നിങ്ങൾ രണ്ടുപേരും വന്നിട്ട് ഈ മേയ്ക്ക് പിടിച്ചോണ്ട് നാട് നന്നാവോ? മരങ്ങൾ മുറിച്ചു മാറ്റി ഇതൊന്ന് സ്വതന്ത്രമാക്കാൻ എന്തുകൊണ്ട് KSEBിക്ക് കഴിയുന്നില്ല? എത്ര വണ്ടികൾ ഇവിടെ പോയെന്നറിയോ? ഇവിടെ എത്ര ആക്സിഡന്റുകൾ നടന്നെന്നറിയോ? അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഇന്ന് പണിയും നാളെ കുത്തിപ്പടിക്കും. ഇത് തന്നെയാണ് റോഡിന്റെ അവസ്ഥയും. ആര് ചെന്ന് ഈ മരത്തിൽ പിടിച്ചാലും, എൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ള മരത്തിൽ ആര് ചെന്ന് പിടിച്ചാലും അവർ ഷോക്ക് അടിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. പിള്ളേരൊക്കെ പിടിച്ചാൽ ചിലപ്പോൾ ഷോക്ക് അടിക്കാനും മെയിൻ വഴിയാണിത്. ഭയങ്കര MLA ഇപ്പൊ നമ്മുടെ ഈ വഴി പോകുന്നുണ്ട്, ജഡ്ജിമാര് പോകുന്നുണ്ട്, കമ്മീഷണർ പോകുന്നുണ്ട്. അപകടം വന്നു കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല, പോയവർക്കേ പോവുള്ളൂ. നമസ്കാരം. ഒരു അപകടം സംഭവിച്ച് ആളുകൾ മരണപ്പെട്ട് കഴിയുമ്പോൾ അനുശോചന സമ്മേളനങ്ങൾ നടത്തി ഇനി ഒരാൾക്കും ഈ ഗതി ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് വിലപിക്കുന്ന കാഴ്ച കുറേ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപകടങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കേണ്ട അധികാരികൾ പലപ്പോഴും കണ്ണടച്ചിരുട്ടാക്കി അവരുടേതായ വഴികളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. തമ്മനം കത്രിക്കടവ് റോഡിൽ റോഡരികിൽ ഒരു മരം ഇലക്ട്രിക് ലൈനിലേക്ക് ചാഞ്ഞു നിന്ന് വളരെ വലിയ അപകട സാധ്യത നിലനിൽക്കുന്നു. അധികാരികളെ അറിയിച്ചിട്ടും യാതൊരുവിധ നടപടികളുമില്ല. നാട്ടുകാർ പ്രതികരിക്കുന്നു. നമസ്കാരം. എത്ര നാളായി ഇങ്ങനൊരു അപകട സാധ്യത തുടങ്ങിയിട്ട്? ഒരുപാട് കാലമായിട്ട് ഇവിടെ ഇങ്ങനെ ഉള്ളതാണത്. ഇവരെ ഇത് ശരിയാക്കാറില്ല. ഒരുപാട് കാലമായി ഇതിങ്ങനെ നിൽക്കണം. ഇത് പ്രത്യേകിച്ച് മഴ വരണ സമയത്തൊക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. കാര്യം ഇതിന് തൊട്ടടുത്ത് സ്കൂളോ സ്കൂളോ പള്ളി, പിന്നെ ഭയങ്കര തിരക്കുള്ള റോഡല്ലേ ഇത്. ഭയങ്കര തിരക്കാണ്. വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ കാലത്തും വൈകുന്നേരവും ഭയങ്കര തിരക്കാണ്. കുറേ കാലമായി ആൾക്കാരൊക്കെ ഇങ്ങനെ ആവശ്യപ്പെടുകയും പറയുകയൊക്കെ ചെയ്യുന്നു. ഒരു നടപടി ആരുടെ ഭാഗത്തും ഇല്ല. എന്തോരം ലൈൻ, കേബിള്, വീടുകൾ, അത് മാത്രമല്ല ഭയങ്കര തിരക്കുള്ള റൂട്ടാണ്. ആ ഒരു നടപടിയും അധികാരികളുടെ ഭാഗത്ത് നിന്ന് കാണാനുള്ള നടപടിയല്ല. ആരെങ്കിലും അറിയിച്ചിരുന്നു? എന്തെങ്കിലും പരാതി കൊടുത്തിരുന്നു? എല്ലാവരും ഇവിടെ അടുത്തുള്ളവർ പരാതികൾ പറയുന്നുണ്ടല്ലോ. ഇല്ല, പിന്നെ ഇതൊക്കെ കുറേ കാലങ്ങളായിട്ടുള്ളതാണല്ലോ ഇത്. ഈ പുല്ലേപ്പടി റോഡിനെ സംബന്ധിച്ചിടത്തോളം ഈ തമ്മനം റോഡ് ഇതിൻ്റെ കേൾക്കുന്ന കൊല്ലങ്ങളായി ഓർമ്മ കാലം വരെ കേൾക്കണതാണ്. ഇതുവരെ യാതൊരു നടപടിയായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ ഇങ്ങനെ സ്ഥലമൊക്കെ എടുത്ത് പോകണമല്ലാതെ ഓരോരുത്തർ വിട്ടുകൊടുത്ത സ്ഥലങ്ങൾ ഇതൊക്കെ വിട്ടുകൊടുത്താണ്. പക്ഷേ അത് നടപടികളൊന്നും ആയിട്ടില്ലെന്നേ ഉള്ളൂ ഇതുവരെ. ഇത് കൊല്ലങ്ങൾ എൻ്റെ ഓർമ്മയുള്ള ഈ അടുത്തിടെയൊക്കെ ഇലക്ട്രിക് ലൈനിൽ ഷോക്കേറ്റ് മരിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. പത്രത്തിൽ വലിയൊരു അപകട സാധ്യതയല്ലേ? പിന്നെ തീർച്ചയായിട്ടും. കാരണം ഇത്രയും ജനം പോകുന്ന ഒരു റൂട്ട്, സ്കൂള്, പള്ളി എല്ലാം കൂടിയുള്ള ഇത് ഭയങ്കര അപകടം പിടിക്കുന്നതാണ്. സ്കൂൾ കുട്ടികൾ ഒരുപാട് സ്കൂൾ കുട്ടികളെ സ്കൂളിൻ്റെ മുമ്പിലല്ലേ പള്ളി, സ്കൂള്, വീതിയില്ലാത്ത റോഡ് എല്ലാം. അത് മാത്രമല്ല പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. വണ്ടികളൊക്കെ സ്ലോ, വളരെ സ്പീഡിലൊന്നും പോകാനും പറ്റില്ല. വളരെ സ്ലോയിലേ പോകാൻ പറ്റില്ല. നന്നാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ പൊളിക്കും. ഇതൊക്കെ കട്ട വിരിച്ചേക്കണ റോഡുകളാണ്. അതൊക്കെ പിറ്റേ ദിവസം വന്ന് പൊളിക്കും. ഇപ്പൊ ഒരു മരം ഒടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ വലിയൊരു അപകടം ഉണ്ടാവും. പിന്നെ കണ്ടില്ലേ ലൈനൊക്കെ നിൽക്കണ ലൈന് മേലെ കൂടി വീഴുന്ന. ശരിക്കും എന്താ ചെയ്യണ്ട? ഇത് മരം മുറിച്ച് മാറ്റിയാണോ അതോ എന്തായാലും വേണ്ടതെന്താ? മരം മുറിച്ച് മാറ്റുക എന്നുള്ളതാണ് വലിയ അപകടം ഉണ്ടാകാതിരിക്കാനുള്ള നല്ലത്. കാരണം ലൈൻ പോണത് കൊണ്ടേ പെട്ടെന്ന് ഇത് എന്തെങ്കിലും ഭയങ്കര ഇത് ഇവിടെ സംഭവിച്ച പോലെയൊക്കെയുള്ള ഇതുണ്ടാവാതിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഇത് ആഗ്രഹം. ഉണ്ടായിക്കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ധാരാളം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ഇനിയും ഒരു ദുരന്തം ഉണ്ടാക്കരുതെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതൊക്കെ ഏത് നിമിഷം വീഴും മരം. കാരണം റോഡും ലൈനും എല്ലാം ആയിട്ട് ടച്ച് ചെയ്ത് നിൽക്കുക. എല്ലാം അതിൻ്റെ ഇടയിൽ, മരത്തിൻ്റെ ഇടയിൽ കൂടി ലൈൻ തന്നെ പോയേക്കണം. പിന്നെ അതുകൊണ്ടാവും. ഇനിയിപ്പോൾ അത് അതിൻ്റെ റോഡിൽ നിന്ന് സ്വല്പം മാറി നിൽക്കണതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിള്ളേരൊക്കെ പിടിച്ചാൽ ചിലപ്പോൾ നേരത്തൊക്കെ അടിച്ച് ഷോക്കടിക്കാനും ഒക്കെ സാധ്യത. ചെറിയ മഴ പെയ്യുന്ന തന്നെ ഈ റോഡെല്ലാം റോഡ് പൊളിഞ്ഞല്ല. വെള്ളം ഇത് കാണില്ല, വണ്ടികൾക്ക് പോകാൻ പറ്റാനുള്ള സ്ലോയിലല്ലേ പോണത് സാധാരണഗതിയിൽ. ഇപ്പോഴെല്ലാം എല്ലായിടത്തും വെള്ളം നിറഞ്ഞു കഴിഞ്ഞു. അതെല്ലാം വണ്ടികളൊക്കെ സ്ലോയിലാണ് പോകും. അപ്പോൾ ഇതുപോലെ ആ സമയത്തൊക്കെ ഇതൊക്കെ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും വേഗം അതിന് വേണ്ട നടപടികൾ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ്. ഇവിടെ അടുത്താണോ താമസിക്കുന്നത്? ഇവിടെ അടുത്താണ് മെയ് ഫസ്റ്റ് റോഡിൽ. ഇത് കാണാറുണ്ടോ? ഇത് ഇത് ഞാൻ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കണേണ്. അവർ നമ്മ ഇപ്പോൾ പലപ്പോഴായി വിചാരിക്കണത് ഇതൊന്നും ആരും ഇത് വെട്ടണില്ലേ, കാണുന്നില്ലേ. പല MLA 2 MLA മാർ ഈ റോഡിൽ കൂടി പോണവരാണ്. 2 MLA ഉണ്ട്, പിന്നെ
കൗൺസിലർമാരുണ്ട് എല്ലാം, പിന്നെ അധികാരപ്പെട്ട കുറേ ആൾക്കാരൊക്കെ ഈ വഴിക്ക് പോണേണ്. ആരും ഇത് അങ്ങോട്ട് ശ്രദ്ധിക്കണില്ല. അത് എന്താണെന്നറിയില്ല. ചിലപ്പോൾ അത് ഇനി ഭാവിയിൽ ഇത് വീതിയുടെ തമ്മനം പുല്ലേപ്പടി റോഡാണല്ലോ, ഇത് ഭാവിയിൽ വീതി കൂടാനുള്ള ഇതുകൊണ്ട് അങ്ങനെ മുരടിച്ച് കിടക്കണായിരിക്കാം തോന്നണം. ഒരു കാലത്ത് ഇപ്പം സ്കൂൾ പിള്ളേരാണെങ്കിൽ ഇത് കൂടുതൽ എപ്പോഴും പോണേണ്. എപ്പോഴും സ്കൂളിൽ ഈ വഴിയാണ് പോയിക്കൊണ്ടിരിക്കണത്. പിള്ളേരെന്ന് പറഞ്ഞാൽ ചെറിയ പിള്ളേരാണ്, LKG പഠിക്കുന്ന പിള്ളേർ നടന്നാ പോണത്. നമ്മൾ ഡെയിലി രാവിലെ ഒരു 8:30 മണിയാകുമ്പോൾ വരുമ്പോൾ കാണാം ഡെയിലി ഇങ്ങനെ നടന്ന് പോയിട്ട് ഇങ്ങനെ തന്നെയാണ്. വേറെ അപകടമാണ് ഇത്, ഭയങ്കര അപകടം തന്നെയാണ്. ലൈനിൻ്റെ ഈ 3 ഫേസ് ലൈനിൻ്റെ ഇടയിൽ കൂടി ആ മരം പോയേക്കണം. ആ മരം പൊട്ടിക്കഴിഞ്ഞാൽ ആ പോസ്റ്റ് അടക്കമാണ് വീഴണത്. അപകട സാധ്യത തന്നെയാണത്, ഭയങ്കര അപകട സാധ്യത. അത് അത് ശ്രദ്ധിച്ച് തന്നെ ഞമ്മളിപ്പോൾ ഇപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയൊരു അപകടം ഉണ്ടാവും. നാളെ എന്തൊക്കെ വരാൻ പോണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്തൊക്കെ സംഭവിക്കും. ഇപ്പം മഴയാണ്, ഇനിയിപ്പോൾ ചിങ്ങമാസം കഴിഞ്ഞാൽ നല്ലൊരു കാറ്റും മഴയും വരാൻ കിടക്കണം. ഇനി ആ മഴയത്തൊക്കെ എന്താ സംഭവിക്കണേന്ന് ഒന്നും പറയാൻ പറ്റൂല. ഒന്നും നമുക്കിപ്പോൾ ഇപ്പം ഒരു സാധ്യതയുണ്ട്. അത് ഇപ്പോൾ എന്തിനും ഇപ്പോൾ അധികാരപ്പെട്ട കാര്യങ്ങൾ എന്തിനും KCB ആണ് ഇതിന് മുൻകൈ എടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നണത്. KCBയുടെ ലൈനിൻ്റെ ഇടയിൽ കൂടിയാണ് പോയേക്കണം. അപ്പോൾ അവരിത് ഓഫ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റും വെട്ടിക്കളഞ്ഞ് ഒന്ന് ശരിയാക്കിയാൽ നല്ലതായിരിക്കും. ഇവിടെ ഈ ടച്ച് വെട്ട് പരിപാടികളൊന്നുമില്ലേ? മരങ്ങളിൽ ലൈനിലേക്ക് കിടക്കുന്ന മരങ്ങൾ മുറിക്കുന്ന സംവിധാനമൊക്കെ ഇവിടെ ഉള്ളതല്ലേ? അവരിത് ചെയ്യുന്നില്ല അപ്പോൾ അല്ലേ? എന്തൊക്കെ ഇവിടെ പരിപാടികളൊക്കെ ചെയ്യണം, പല സ്ഥലത്തൊക്കെ ചെയ്യണുണ്ട്, ചിലത് ചെയ്യണില്ല. എവിടെയാ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. മരം മുറിച്ചിട്ടുണ്ട് വേറെ സ്ഥലത്തേക്ക്. വൈദ്യുതി ഇതുപോലെ ലൈൻ കമ്പിയിൽ വീണിട്ട് KCBയുടെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ മുറിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വലിയ അപകടമാണ്. ഇതിപ്പോൾ ഇവിടെ ഈ മരം മാത്രമല്ല, 2-3 മരം അപ്പുറം ഇപ്പുറം കിടപ്പുണ്ട്. പിന്നെ റോഡിൻ്റെ കാണയൊക്കെ ഒന്ന് ഈ റോഡ് പൊങ്ങിക്കണോണ്ട് സ്ലാവില്ല. അപ്പോൾ കുഴിയാണ്, ആ കുഴിയിലേക്ക് പിള്ളേർ വീണ് പോകും. ചെറിയ LKG പഠിക്കുന്ന പിള്ളേരൊന്ന് വീണ് കഴിഞ്ഞാൽ കാണയും കൂടി ഇല്ല, വെള്ളം പൊങ്ങി കിടക്കണല്ലേ, ആരറിയാനാണ്? നമ്മളെ ഇപ്പോഴൊക്കെ നോക്കാൻ പറ്റുള്ളല്ലോ. അതുകൊണ്ട് ഇത് ഇതൊന്ന് ഒരു മെയിൻ വിഷയം തന്നെയാണ് ഇത്, ചെറിയ കാര്യമല്ലേ ഇത്. അപ്പം ഈ ചെറിയ ഒരു നമ്മിത് ഇത്രയും പെട്ടെന്ന് അധികാരികളാണ് ഈ വഴി പോണത്. MLA MP എല്ലാവരും പോണ വഴിയാണ്, ജഡ്ജിമാർ വരെയും പോകേണ്ടത്. ഇത് മെയിൻ വഴിയാണിത്. ഭയങ്കര MLA ഇപ്പോൾ നമ്മുടെ ഈ വഴി പോകുന്നുണ്ട്, ജഡ്ജിമാർ പോകുന്നുണ്ട്, കമ്മീഷണർ പോകുന്നുണ്ട്, പല മേഖലയിൽ ജോലി. അപകടം സംഭവിച്ചത് എല്ലാവരും ഉണ്ടാവും. എല്ലാവരും ഇപ്പൊ ചെയ്താൽ നല്ലതായിരിക്കും. അതാണ് അധികാരം. ഇപ്പൊ ചെയ്താൽ നല്ല ഒരു കാര്യമായിട്ടേ തോന്നുള്ളൂ. പിന്നെ ഇനി അപകടം വന്നിട്ട് ഒരാൾ മരിച്ച അല്ലെങ്കിൽ ആർക്കെങ്കിലും അപകടം വന്നു കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല, പോയവർക്കേ പോവുള്ളൂ. ഇത് അധികാരികളുടെ ശ്രദ്ധയെന്ന് വെച്ചാൽ രാവിലെ ഒരാൾ വന്നെടുത്തത് തമ്മനം ഗ്രൂപ്പിൽ ഇട്ടതാണ്. തമ്മനം ഗ്രൂപ്പിൽ നമ്മുടെ MLA-മാർ 2 MLA-മാരുണ്ട്. ഒന്ന് ഉമ്മ തോമസ് MLA ഉണ്ട്, രണ്ടാമത് TJ വിനോദ് MLA ഉണ്ട്, മുൻ കൗൺസിലർമാർ ഒക്കെയുള്ള ഒരു ഗ്രൂപ്പാണ് തമ്മനം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കൊല്ലത്തേക്കാളും വലിയ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. കാരണം ഇത്രയും 2 സൈഡും മരങ്ങളിൽ മുട്ടി നിൽക്കുന്ന ഈ ഇലക്ട്രിക് വയറുകൾ, കമ്പികൾ, ഇത് മരങ്ങൾ മുറിച്ചു മാറ്റി ഇതൊന്ന് സ്വതന്ത്രമാക്കാൻ എന്തുകൊണ്ട് KCBക്ക് കഴിയുന്നില്ല? നമ്മളെല്ലാം കഴിയുമ്പോൾ ആരോഗ്യമന്ത്രി അത് ചെയ്തില്ല, ആരോഗ്യമന്ത്രി ഇത് ചെയ്തില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മളൊരു മന്ത്രിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം താഴേക്കിടയിൽ നിന്നാണ് മുകളിലേക്ക് പോകുന്നത്. നമുക്ക് കൗൺസിലറിൻ്റെ മറ്റ് അധികാരികൾ ഇവിടെയുണ്ട്. ഇവർക്ക് ഒന്നാമത്തെ മെയിനായിട്ട് KCBക്കാര് മഴയ്ക്ക് മുമ്പ് എല്ലാ ടച്ചുകളും വെട്ടിയിരിക്കണം എന്നുള്ളതാണ്. ഈ ടച്ച് ഇത്രയുമായിട്ടും ഇവിടെയാണ് സെൻറ് ജൂഡ് എന്ന് പറയുന്ന വലിയൊരു സ്കൂള് പ്രവർത്തിക്കുന്നത്. ഈ സ്കൂളിലേക്ക് കാൽനടയായിട്ട് ഇഷ്ടംപോലെ ആളുകളാണ് പോകുന്നത്. ഒരാളുടെ മേത്ത് ഇതൊന്നും മറിഞ്ഞു ചാടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു വേദന അവർക്കല്ലേ ഉണ്ടാവുള്ളൂ വേദന. ഇത് അധികാരികൾ എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല? ഇത്ര ശക്തമായി 2 സൈഡിലുമാണ് മരങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് KCB ഇത് മുറിച്ചു മാറ്റുക എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത്. കാരണം ലക്ഷക്കണക്കിന് വണ്ടികളാണ് 24 മണിക്കൂറും. റോഡും തോടും ഒരേപോലെയാണ്. കാരണം ഇവിടെ കാനയ്ക്ക് അപ്പുറ സൈഡ് സ്ലാബ് ഇട്ടിട്ടില്ല. അപ്പുറം ഏത് നിമിഷവും 2 വണ്ടികൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ വണ്ടി മറിഞ്ഞ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചറിയില്ല. കാരണം കൊച്ചു കുട്ടികളാണ് ഈ കാനയിൽ പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും ഈ കാനയിൽ നിന്ന് നമ്മൾ പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തില്ല, നമുക്ക് അറിയാൻ പറ്റില്ല.
ഇത് ഒരാളി ആഴം ആ സൈഡിലെ കാനകൾക്കുണ്ട്. കാരണം ചില സ്ഥലങ്ങളിൽ ആഴമുള്ള ഒരു കാനയാണത്. കാരണം അത്രയ്ക്ക് ഡേഞ്ചറായ രീതിയിലാണ് ഈ റോഡിന്റെ പണി നടക്കുന്നത്. തീർച്ചയായിട്ടും എത്ര വണ്ടികൾ ഇവിടെ പോയെന്നറിയോ, ഇവിടെ എത്ര ആക്സിഡന്റുകൾ നടന്നെന്നറിയോ, അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഇപ്പൊ തമ്മനം പുല്ലപ്പടി റോഡ് എന്ന് പറയുന്നത് 24 മണിക്കൂറും റഷ് ആയിട്ടുള്ള ഒരു റോഡാണിത്. അപ്പോൾ റോഡ് ഇന്ന് പണിയും നാളെ കുത്തിപ്പൊളിക്കും, ഇന്ന് പണിയും നാളെ കുത്തിപ്പൊളിക്കും. ഇത് തന്നെയാണ് റോഡിന്റെ അവസ്ഥയും. ഒരു ഫിനിഷ് ചെയ്തൊരവസ്ഥയിൽ ഈ റോഡ് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ റോഡ് ടാക്സ് അടിക്കുന്നല്ലേ, നമ്മുടെ വണ്ടികൾ ഓടാൻ വേണ്ടി നമ്മൾ ടാക്സ് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് റോഡ് നന്നാക്കി കൂടാ? ഈ പറയുന്ന സെന്റ് ജൂഡ് എന്ന് പറയുന്ന ഈ ഒരു സ്കൂളും ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയും ഉണ്ട് ചേർന്നിട്ട്. അതിന്റെ മുന്നിലേക്കാണ് ഈ മരം ഇത്രയ്ക്ക് ടച്ച് ചെയ്ത് കിടക്കുന്നത്. അത് ഒരു സൈഡല്ല, ഒരു മരത്തിലല്ല, 2 സൈഡിലുമുള്ള മരങ്ങളിൽ ആണ് ഇലക്ട്രിക് കമ്പികൾ ടച്ച് ചെയ്ത് കിടക്കുന്നത്. ആര് ചെന്ന് ഈ മരത്തിൽ പിടിച്ചാലും, എൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ള മരത്തിൽ ആര് ചെന്ന് പിടിച്ചാലും അവർ ഷോക്ക് അടിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതെല്ലാം മരം ഇങ്ങോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ ആ മരം റോഡിലേക്കായിരിക്കും മറിയുന്നത്. രണ്ടാമത് ഈ ബാക്കിൽ നിൽക്കുന്ന ഈ ഒരു മരം, ആ മരം നിൽക്കുന്നത് നമ്മുടെ കേബിളുകളുടെ വയറ് അതിന് താങ്ങി നിർത്തിയിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു കമ്പ് ഇപ്പുറത്തേക്ക് മറിഞ്ഞു വീണു, അടുത്തൊരു കമ്പാണ് ആ നിൽക്കുന്നത്. ആദ്യം ചോദിക്കേണ്ട മേളിൽ നിന്ന് താഴോട്ട് പോവാം. അത് ആരാണ് ചോദിക്കേണ്ടത്? നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ മീഡിയക്കാർ അത് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. ആളുകൾ പറഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അയ്യോ, നിങ്ങൾ പ്രാദേശികമായിട്ടുള്ള നിങ്ങളാണ് ആദ്യം ആവശ്യം. ഇത്രയും നാൾ ഇതുവഴിയല്ലേ പോയിക്കൊണ്ടിരുന്നത്? ഞാൻ വിളിച്ചായിരുന്നു മീഡിയ കാരണം ഇത് കാണണമെന്ന് പറഞ്ഞു. ഞാൻ മീഡിയ വിളിച്ചില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമില്ല? എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ നാട് നന്നാവണ്ട. നിങ്ങൾ രണ്ടുപേര് വന്നിട്ട് ഈ മയക്കുമറ്റ് പിടിച്ചോണ്ട് പറഞ്ഞാൽ നാട് നന്നാവോ? എത്ര നന്നാക്കി, എത്ര ഈ മീഡിയക്കാർ നാട് നന്നാക്കി? മീഡിയ ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല. ചെറിയൊരു പ്രശ്നം കിട്ടിയാൽ പൂതി പരിപ്പിക്കുന്നല്ല. മീഡിയ എന്ത് ചെയ്യുന്നു? മീഡിയ ചെയ്യാനാണെങ്കിൽ അവിടെ വരെ ശരിയായി. അവിടെ തൊട്ടുള്ളവരുടെ ചോദിക്കും എന്തുകൊണ്ട് അവരുടെ വീട്ടുകാരുടെ പേര് നിങ്ങളുടെ വീട് എന്തുകൊണ്ട് ഒഴിഞ്ഞു കൊടുക്കുന്നില്ല, സ്റ്റേ എന്തിന് മേടിച്ചു വെച്ചേക്കുന്നു, പാവങ്ങൾക്ക് ജീവിക്കട്ടെ എന്ന് ആ സൈഡിലോട്ടുള്ള വീടുകാരോട് ചോദിക്കും. എങ്ങനെ ഒഴിഞ്ഞു മാറുന്നില്ലെന്ന് മനസ്സിലായില്ല. ഈ റോഡ് മറ്റേ അതുവരെ വീതി കൂടിയോ? ആ റോഡിന്റെ അങ്ങേറ്റം വരെ വീതി കൂടിയോ? അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വീതി കൂടാതെ എന്തുകൊണ്ട് പ്രാദേശികമായിട്ട് നിങ്ങൾ ചോദിക്കുന്നില്ല? നമ്മളെന്തിനാ ചോദിക്കണേ? നിങ്ങൾ മീഡിയക്കാർ മീഡിയ മാത്രമല്ലല്ലോ, പൊതുജനങ്ങൾക്കും സാധാരണക്കാർക്കും നിങ്ങൾ ഈ പ്രാദേശികമായിട്ടുള്ള ആവശ്യമില്ല. നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചോദിച്ചെങ്കിൽ മാത്രമേ അത് മീഡിയ അല്ലല്ലോ. നിങ്ങൾക്കിത് ബിസിനസ് ആണ്. നിങ്ങൾക്ക് ഇത് ബിസിനസ് കൊണ്ടേ കാര്യം നടക്കുള്ളൂ. നിങ്ങൾ ആദ്യം ഇതെങ്ങനെയാണ് ഒരു മാധ്യമപ്രവർത്തനം എങ്ങനെയാണ് ബിസിനസ് ആവുന്നത്? നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കുക എന്നുള്ള ജോലി മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അത് പൊതുജനങ്ങളുടെ മുന്നിലും ലോകത്തിന് മുന്നിൽ അറിയിക്കുക എന്നുള്ള മാധ്യമങ്ങളുടെ കടമയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് ബിസിനസ് ആണെന്ന് പറയുന്നത് ശരിയായ നടപടി. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മളെ കുറിച്ച് അന്വേഷിച്ചിട്ട് പറയുക. ഒരാളെ കാണുമ്പോ അടച്ചാക്ഷേപിക്കുന്ന പരിപാടി ശരിയല്ല. മാധ്യമ പ്രവർത്തനം അത് ഓരോരുത്തരും തൊഴിലായിട്ട് എടുക്കുന്ന ജോലിയാണ്. ഞങ്ങൾ ജോലി ചെയ്യുന്നത് അല്ല. എന്തും പറഞ്ഞിട്ട് പോകാന്ന് കരുതരുത്. അത് ശരിയല്ലത്.